നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് റീ റിലീസ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നല്ലോ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2007 പുറത്തു വന്ന ചോട്ടാ മുംബൈ. ഈ വരുന്ന മെയ് 21 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരുന്ന ചോട്ടാ മുംബൈയുടെ റീ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ റിലീസിനെത്തി മൂന്നാം വാരത്തിലേക്ക് എത്തിയിട്ടും മികച്ചൊരു കളക്ഷൻ നേടിവരുന്ന തുടരും സിനിമയുടെ കളക്ഷനിൽ ഇടിവ് വരാതിരിക്കാനാണ് ചോട്ടാ മുംബൈയുടെ റീ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. പുതുക്കിയ റിലീസ് തീയതി ഉടൻ തന്നെ പുറത്തുവരും. ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും 5 ദിവസങ്ങൾ കൊണ്ട് 5,30,00,000 രൂപയോളം സ്വന്തമാക്കിയ ഈ ദിലീപ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ 8 കോടിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ഇന്ദുഗോപന്റെ തിരക്കഥയിൽ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തു വരുന്ന വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ടീസർ റിലീസിനൊരുങ്ങുന്നു. പൃഥ്വിരാജും ഷമി തിലകനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ടീസറിന്റെ വർക്കുകൾ മൂവി ടീം നടത്തി വരികയാണ്. ഈ വരുന്ന ജൂൺ മാസം ആദ്യ വാരത്തിൽ തന്നെ വിലായത്ത് ബുദ്ധയുടെ ടീസർ പുറത്തുവരും. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സിനിമയ്ക്കുള്ള ഫ്ലാഷ് ബാക്ക് സീനിന്റെ ചിത്രീകരണമാണ് മൂവി ടീം നടത്തി വരുന്നത്. മാത്രമല്ല വിജയ് ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് അഭിനയിച്ചു വരുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം 2026 ജനുവരി 10 പൊങ്കൽ റിലീസായിട്ടാവും ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്ദ്രജിത്ത് സുകുമാരനെയും അനശ്വര രാജനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഉറപ്പിച്ചു. ഈ വരുന്ന മെയ് 23 ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ആര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി പാരജിത്ത് സംവിധാനം ചെയ്ത് 2021 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായ സർപ്പാട്ട പരമ്പര എന്ന ചിത്രത്തിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നു. ചിത്രത്തിലെ നായകനായ ആര്യ തന്നെയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചെന്നും ഈ വർഷം ഓഗസ്റ്റ് മാസം സർപ്പാട്ടെ പരമ്പര 2ന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുമെന്നും ആര്യ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്പൈഡർമാൻ ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. മാർവൽ സ്റ്റുഡിയോസും സോണി പിക്ചേഴ്സും ചേർന്ന് സ്പൈഡർമാൻ ക്യാരക്ടറിനെ വെച്ച് പുതിയൊരു ലൈവ് ആക്ഷൻ സീരീസ് പുറത്തിറക്കാനൊരുങ്ങുന്നു. പ്രശസ്ത ഹോളിവുഡ് താരം നിക്കോളാസ് കേജ് ആണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുക. 1930കളിൽ ന്യൂയോർക്കിൽ നടക്കുന്ന കുറച്ച് ക്രൈംസ് അന്വേഷിക്കാനെത്തുന്ന ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ് നിക്കോളാസ് സീരീസിലെത്തുന്നത്. സ്പൈഡർ നോയർ എന്ന പേര് നൽകിയിരിക്കുന്ന ഈ സീരീസ് 2026 ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് ശേഷം ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് എത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സൈഫൈ ഏലിയൻ മൂവി ആയിട്ടാണ് ഈ സിനിമ തയ്യാറാവുന്നതെന്നും മാത്രമല്ല ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഭൂമിക്ക് വെളിയിലുള്ള മറ്റൊരു ഗ്രഹത്തിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ ഫീലൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഈ റൂമറുകളൊക്കെ സത്യമായി മാറട്ടെ. ടൊവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തിയ ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ സിനിമയായിരുന്നു മരണമാസ്. 8 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മരണമാസ് 21 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനെ നേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മരണമാസ് OTT റിലീസിലേക്ക് കടക്കുകയാണ്. സോണി ലൈവ് ആണ് മരണമാസിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് 15 തീയതി മുതൽ മരണമാസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി 2006 പുറത്തു വന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ചിന്താമണി കൊലക്കേസ്. AK സാജന്റേതായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ. പിന്നീട് ചിന്താമണി കൊലക്കേസിന്റെ ഒരു രണ്ടാം ഭാഗം വരുമെന്ന് ഷാജി കൈലാസ് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിന്താമണി കൊലക്കേസിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഷാജി കൈലാസ് ആണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നതെങ്കിലും തിരക്കഥ AK സാജന്റേതല്ല. പകരം മറ്റൊരു പുതുമുഖ എഴുത്തുകാരനായിരിക്കും ചിന്താമണി കൊലക്കേസ് 2ന് തിരക്കഥ ഒരുക്കുക. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. ഇതിനിടയിൽ സംവിധായകൻ ഷാജി കൈലാസ് ലാലേട്ടനെ വെച്ചൊരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വെറും റൂമർ മാത്രമാണ്. താൻ പറഞ്ഞതോ തന്റെ അറിവിലുള്ള കാര്യമോ അല്ല ഇതെന്നും ഒരു FB പോസ്റ്റിലൂടെ ഷാജി കൈലാസ് തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ തുടരും സിനിമകളുടെ വമ്പൻ വിജയത്തിൽ നിൽക്കുന്ന സമയം തന്നെ ലാലേട്ടന് മറ്റൊരു സർപ്രൈസ് സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആവാസ വ്യൂഹം, പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ കൃഷാന്ത് ലാലേട്ടനെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ ചിത്രം നിർമ്മിക്കുന്നത് മണിയമ്പിള്ള രാജു ആണ്. ലാലേട്ടനുമായി കൃഷാന്ത് സ്ക്രിപ്റ്റിന്റെ ചർച്ചകൾ നടത്തിയെന്നും കഥ ഇഷ്ടപ്പെട്ട ലാലേട്ടൻ പ്രോജക്റ്റിന് ഓക്കെ പറഞ്ഞെന്നുമാണ് മണിയമ്പിള്ള രാജു പുറത്തുവിട്ടിട്ടുള്ള അപ്ഡേറ്റിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന SSMB 29 എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഈ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം നടന്നു വരികയാണ്. SSMB 29 എന്ന സിനിമയ്ക്കുള്ളിൽ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈക്ക് ചേസിംഗ് സീൻ ഉണ്ടെന്നും കടലിൽ നടക്കുന്ന ഒരു വാർ സീനിൽ 3000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും മാത്രമല്ല നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഡൈനോസർ സീൻ പോലും SSMB 29ൽ രാജമൗലി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് SSMB 29ൽ പ്രതീക്ഷിക്കാം. പിന്നെ പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു മലയാളി താരം പൃഥ്വിരാജ് സുകുമാരൻ ഈ ചിത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം പൃഥ്വിരാജ് ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പങ്കെടുത്തതായാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒഫീഷ്യൽ കൺഫർമേഷനായി കാത്തിരിക്കാം. കുറെ നാളുകളായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് മമ്മൂക്ക എന്നാണ് ലൈംലൈറ്റിലേക്ക് തിരിച്ചു വരിക. MN എന്ന മഹേഷ് നാരായണൻ പ്രോജക്റ്റിൽ എന്ന് മമ്മൂക്ക ജോയിൻ ചെയ്യും എന്നൊക്കെ. ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത് മമ്മൂക്ക തിരിച്ചെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ്.
അതിനാൽ തന്നെ MN എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാനുകൾ മാറ്റിയിട്ടുണ്ട്. മേ ബി മമ്മൂക്കയുടെ പ്രസൻസ് ഇല്ലാത്തതിനാൽ ഈ വരുന്ന ജൂൺ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് തീയതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ആദ്യം മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ കോമഡി മൂവിയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഷഹീൻ സഫർ, നൂറിൻ ഷെരീഫ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ്, മണിയമ്പിള്ള രാജു, തമിഴ് താരം റെഡിൻ കിങ്സ്ലി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബബ്ബബ്ബ എന്ന ചിത്രത്തിൽ ലാലേട്ടനും അഭിനയിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന മെയ് 16-ാം തീയതി മുതൽ ലാലേട്ടൻ ഈ ചിത്രത്തിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബബ്ബബ്ബ ഈ വരുന്ന ഓണം റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. കൈദി എന്ന ചിത്രത്തിലൂടെ ലോകേഷ് കനകരാജ് ആരംഭിച്ചു വെച്ച ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സിനിമയായ ബെൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിച്ചതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ലോകേഷ് കനകരാജ് തിരക്കഥയൊരുക്കുന്ന ബെൻസ് സംവിധാനം ചെയ്യുന്നത് ഭാഗ്യരാജ് കണ്ണനാണ്. രാഘവ ലോറൻസ്, മാധവൻ, മലയാളി താരം നിവിൻ പോളി എന്നിവരാണ് ബെൻസിലെ പ്രധാന കഥാപാത്രങ്ങൾ. ലാലേട്ടന്റെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയുടെ 19 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. ചിത്രം റിലീസിനെത്തി 19 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 99 കോടി രൂപയോളം സ്വന്തമാക്കി കഴിഞ്ഞു. മേ ബി നാളത്തെ കളക്ഷനിലൂടെ കേരളത്തിൽ നിന്നും മാത്രം 100 കോടി എന്ന നേട്ടത്തിലേക്കും തുടരും എന്ന സിനിമ എത്തിപ്പെടുമെന്ന് ഉറപ്പ്. അങ്ങനെയെങ്കിൽ ആദ്യമായി കേരളത്തിൽ നിന്നും 100 കോടി കളക്ഷൻ നേടുന്ന റെക്കോർഡ് കൂടിയാണ് തുടരും സിനിമയ്ക്ക് ലഭ്യമാവുക. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 19 ദിവസങ്ങൾ കൊണ്ട് 207 കോടി രൂപയോളമാണ് തുടരും ചിത്രം ഇതിനോടകം വേൾഡ് വൈഡ് ഗ്രോസായി സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.